ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ് വിത്ത് ജുജു ആൻഡ് ഡുഡു. നമ്മൾ ഇന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ് ഗൈസ്, ഫുഡ് കഴിക്കാൻ. ആക്ച്വലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഈ രണ്ടുപേരും ഉറക്കം എണീച്ചപ്പോൾ ലഞ്ച് ടൈമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് എത്ര മണിക്ക്? 3:30 ബ്രേക്ക്ഫാസ്റ്റ്. ബ്രഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിന്നർ ആയേനെ ഗൈസ്. പിന്നെ കുറ്റം പറയുന്നില്ല, ഇന്നലെ നമ്മൾ രാവിലെ 5 മണി വരെ ഇരുന്ന് ഫുട്ബോൾ കണ്ട്. ഞാനും ഡുഡുവാണ് ലാസ്റ്റ് എണീച്ചത്. ഞാനും അവളും ഫുൾ മാച്ചും കണ്ട് ഇന്നലെ ഇരുന്ന്. ഇറ്റ് വാസ് നോർമൽ ടൈം തന്നെ, പക്ഷേ ഇറ്റ് വാസ് വെരി എന്റർടൈനിങ് ഗൈസ്. ബിക്കോസ് എന്തായാലും കപ്പൊന്നും കിട്ടൂല എന്ന് അറിയാന്നുള്ളതുകൊണ്ട് രണ്ടുപേരും ആദ്യം റിലാക്സ് ചെയ്ത് കളിച്ചിട്ട് പോലും 4 ഗോൾ പോയി. എന്നിട്ട് പിന്നെ ഫ്രാൻസിന് മനസ്സിലായി നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് അവന്മാർ പിന്നെ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ മാറ്റി പഴയ ആൾക്കാരൊക്കെ ഇറക്കി അവസാനം തിരിച്ചടിയോടെ അടിയായി. പിന്നെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു സത്യം പറഞ്ഞാൽ മാച്ച്. ആദ്യത്തെ ഹാഫിൽ വെറുതെ അവർ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തങ്ങ് കളിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു ഫ്രണ്ട്ലി മാച്ച് കാണുന്ന പോലെ തന്നെയാണ്. ഒരു ടാക്കിളും ഫൗളും ഒന്നും ഇല്ലാതെ വളരെ എന്താ പറയല്ലോ, നീറ്റ് ആൻഡ് ക്ലീൻ കളി. രസമായിരുന്നു, കാണാൻ രസമായിരുന്നു, അടിപൊളി. ഇങ്ങനെ വേണം കളിക്കാൻ. സം പീപ്പിൾ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റേ എന്തോ പറയുമല്ലോ, സ്കാൻഡൽസ് ആൻഡ് ക്വസ്റ്റ്യനബിൾ കളി കളിക്കുന്ന കുറേ ടീമുകളുണ്ട് ഗൈസ്, അവരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നല്ല കളിയായിരുന്നു ഗൈസ്. അത് നമ്മളെ ഇതിൽ ഇന്നലത്തേതായിരുന്നു ഫൈനൽ. ഇറ്റ് വാസ് വെരി എന്റർടൈനിങ്. അതുകൊണ്ട് എംബാപ്പയ്ക്ക് തന്നെ ഗോൾഡൻ ബൂട്ട് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 10 goals. എൻ്റെ അമ്മേ, ഓളി ഫുട്ബോൾ കാണുന്നതിനാണ്, ഗോളടി കാണാനാണ്. അല്ലാതെ വെറുതെ ടൈറ്റ് ആയിട്ട് അവന്മാരും അടിക്കാതെ യവന്മാരും അടിക്കാതെ. ഇന്നത്തെ ഫൈനൽ മാച്ച് നോക്കിയോ, ഭയങ്കര ടൈറ്റ് കളിയായിരിക്കും. സ്പെയിനും അർജന്റീനയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും വെട്ടും കുത്തുമായിരിക്കും. നോക്കിയോ, അവസാനം ഗോള് മിക്കവാറും എക്സ്ട്രാ ടൈം വരെയൊക്കെ പോകാനുള്ള ചാൻസും ഉണ്ട് ഫൈനൽ. സോ ഇവരുടെ കളി കാണുമ്പോൾ ബോറടിക്കും. ഒരു ഗോളും ഇല്ല, വെറുതെ മസിൽ കൊടുത്തോ അടി ഇടിയും. അത് കാണാം, ഇതാണ് രസം. ലാസ്റ്റ് ബെല്ലിംഗ്ഹാമിന്റെ ഗോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലായിരുന്നു. അവ ഒറ്റയ്ക്കാണ് എടുത്തോണ്ട് പോയി അടിച്ചത്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ചിലർ പറയുന്നത് ഭയങ്കര മറ്റേ പോരാ തേങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ അർജന്റീന ഫാൻസ് ഉണ്ട്. കാര്യമില്ല ഗൈസ്, കാര്യമാക്കുന്നില്ല. നമുക്കത് ടീമിന്റെ ഒന്നും അല്ല. ഇറ്റ് വാസ് റിയലി എന്റർടൈനിങ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞേ, നല്ലപോലെ ആര് കളിക്കും അവർ ജയിക്കും. മറ്റന്മാർ കുറച്ച് ഇത്തിരി മറ്റേ പരിക്കം കളിയെന്ന് പറയുമല്ലോ, അതാണ് അർജന്റീന. അവർ കുറച്ച് ഇത്തിരി എന്താ പറയുമല്ലോ, ഒട്ടും മയമില്ലാത്ത കളിയാണ്. സ്പെയിൻ എന്ന് പറയുമ്പോൾ കുറച്ച് ടാക്ടിക്കൽ കളിയാണ്. അവരുടെ കളി കാണാൻ രസമാണ്. കഴിഞ്ഞ കളിയൊക്കെ നല്ല രസമായിരുന്നു. കാണാനൊരു രസമുണ്ട് ഫുട്ബോൾ കാണാനായിട്ട്. ഇത് ലാസ്റ്റ് ഒരു 10 മിനിറ്റിൽ ഇടിയാണ്, എല്ലാണത്തിനും ഇടിച്ചിടും. അർജന്റീന ഡിഫൻഡേഴ്സിനെയൊക്കെ തൂക്കി പറപ്പിക്കലും ചവിട്ടിയിടലുമാണ്. ഫുള്ള് 80 മിനിറ്റ്സ് വരെ ഇങ്ങനെ പതുക്കെ നടന്നും നിന്നും ഒക്കെ ഇങ്ങനെ നിന്നിട്ട് അവസാനമൊക്കെ ആകുമ്പോൾ ഇടിയോടെ ഇടിയും ചവിട്ടിയിടലും. അത് ആര് കളി കുഴപ്പമില്ല ഗൈസ്. അഗ്രസീവ് ഗെയിം പ്ലേ കാണണമെന്നുള്ളവർക്ക് അർജന്റീനയുടെ കളി കാണാം, നോ കംപ്ലൈൻസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ കളി രസമായിരിക്കും. നമ്മൾ ഫോറം മോളിൽ കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പൊ അതും ഈ ഒരു വ്ളോഗിൽ കാണും. നമ്മൾ റൂഫ് ടോപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. നോർമൽ ടിക്കറ്റ് ഒക്കെ വിറ്റ് പോയി ഗൈസ്. അവസാനം VIP ടിക്കറ്റ് എടുത്ത്. അപ്പൊ അവൻ നൊമാഡിയുടെ ടിക്കറ്റ് കിട്ടിയെന്തോ, അവനും കാണണമെന്ന് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആണ് ഗൈസ്. കഷ്ടപ്പെട്ട് നമുക്ക് 3 പേർക്കും ടിക്കറ്റ് കിട്ടി. നമ്മൾ പോയി രാത്രി കാണും. എല്ലാം സോൾഡ് ഔട്ട്. മസ്റ്റ് ബി ലൈക്ക് എ പാക്ഡ് ഇവന്റ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്ന് ഫോറം മോൾ മിക്കവാറും ഉത്സവപ്പറമ്പായിരിക്കും. ഫോറം മോളിലെ റൂഫ് ടോപ്പിലാണ്. ഓൺലി തിങ് ഈസ് നൊമാഡിന് ഒരു ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിന് ഗോവിന്ദ. നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി പോകണം ഗൈസ്. ഡേവിഡ് ഹോളിൽ പോയി ഫുഡ് അടിക്കുക എന്നുള്ള പ്ലാനിലാണ്. സോ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ പന്തലിൽ എത്തിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവൾക്ക് ചെറിയ വയ്യായ്മയുണ്ട്. മോഷൻ സിക്നസ് ആയിരുന്നു ഡുഡു. അത് എവളൊന്ന് കിറങ്ങിയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. ഞാൻ വെച്ച് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരുമോ. ഇപ്പോൾ എന്തായാലും ഗൈസ്, ഫുഡ് എന്തെങ്കിലും ചെറുതായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. വോട്ട് യു വോണ്ട്? പെസ്റ്റോ കോട്ടേജ് ചീസ് റോൾ. കോട്ടേജ് ചീസ് ഇഷ്ടമാണോ നിനക്ക്? കോട്ടേജ് ചീസ്. വേറെ എന്തെങ്കിലും നല്ല സാധനം പോയി. ജസ്റ്റ് റോളായി ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മളൊന്ന് ഓർഡർ ചെയ്തിട്ട് വരാം. എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ലെറ്റ് മീ സീ. ഓർഡർ ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഫോട്ടോഗ്രാഫർ ഡുഡുവും മോഡൽ ഹൈം Vivo X300 Pro ഫുൾ പോസിങ്. എന്താ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി ഡയറക്ഷൻ. അങ്ങനെയാണ് ഗൈസ് ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടത്. മോഡലിങ്ങിനാണ്, മോഡലിനെ ഡയറക്റ്റ് ചെയ്യുന്നു, പോസിങ്ങും. ഭാവിയിലെ മോഡലാണ് ഗൈസ്, ഭാവിയിലെ ഫോട്ടോഗ്രാഫറും. രണ്ടുപേരും പൊളിയാണ്, ക്രിയേറ്റീവ് പീപ്പിളാണ് രണ്ടുപേരും. അങ്ങനെ ഗൈസ്, നമ്മുടെ ഗാർലിക് ഫ്രൈസ്, ചിക്കൻ ടാക്കോ, ബഫല്ലോ ചിക്കൻ സാൻഡ്വിച്ച്. ഇങ്ങനെയാണ് ഗൈസ് ഫോട്ടോ പോസിങ് ആൻഡ് ക്ലിക്കിംഗ് പിക്ചേഴ്സ്. അതൊക്കെയാണ് ഗൈസ് പിക്ചേഴ്സ്. ഡുഡു ഫോട്ടോഗ്രാഫി. ഡുഡു പോസിംഗ് ആണ്, ഭയങ്കരമായിട്ട് പോസ് ചെയ്യും. ആർട്ട് ഡയറക്ഷൻ ആൻഡ് മോഡൽ ഡയറക്ഷൻ
ഫ്യൂച്ചർ ഫോട്ടോഗ്രാഫർ ആൻഡ് പോസറാണ് അവൾ. ഇതാണ് ഡുഡു ഓർഡർ ചെയ്ത ഗൈസ്. ടാക്കോ ഇടാൻ വേണം ഫോട്ടോ എടുക്കൽ. ഇങ്ങനെയൊക്കെ വെച്ച് എസ്തറ്റിക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഴിക്കുള്ളൂ ഗൈസ്. ജെൻസി വൈബ്സ്. അപ്പോൾ എന്തായാലും ഞാനും ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. ഗാർലിക് ഫ്രൈസ് കഴിച്ചോടാ. ലെമൺ ആൻഡ് മിൻറ്റ്, പൈനാപ്പിൾ ജ്യൂസും. ഹൗസ് ദ സാൻഡ്വിച്ച് നൈസാണ്. എന്നാൽ ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തോളൂ. ഇവളുടെ ബഫല്ലോ ചിക്കൻ ആൻഡ് എന്തോ ചീസ്, ക്രീം ചീസ് എന്തോ. അതിൻ്റെ ചീസ് പുള്ളും ഉണ്ടോ അടിപൊളി, വെരി ചീസി. ഫ്രൈസ് അടിപൊളിയായിരുന്നു, സൂപ്പർ, വളരെ ക്രിസ്പി. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇല്ല. ഗാർലിക് ഫ്രൈസ് ഒന്നും പേരുണ്ട്, പിന്നെ ലൈറ്റ് ഫ്ലേവറാണ്. പക്ഷേ എവിടെ സാൻഡ്വിച്ച് ഉള്ള കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ സാധനം അടിപൊളി. എന്താ ടാക്കോസ് അങ്ങനെ ഉണ്ട്. ഗിവ് മീ ദാറ്റ് ലാസ്റ്റ് ബൈറ്റ്. എവൾ ഫുഡ് ഷെയർ ചെയ്യില്ല. ജോയി ഡസൻ ഷെയർ ഫുഡ് പോലെയാണ് അവൾ. തട്ടിപ്പറിച്ച് തിന്നേണ്ടി വരും. ഇറ്റ്സ് ഓൾ റൈറ്റ് ആണ്. അപ്പോൾ അതാണ് കേസ് റിവ്യൂ. ഇപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം. ഒരു സ്പൈസ്ഡ് ഓറഞ്ച് ഗ്രാനിറ്റ എന്നുണ്ട്. ഗ്രാനിറ്റ എന്ന് പറയുന്നത് നമ്മളൊരു ഡെസേർട്ട് എന്ന് പറയുന്നത്, ഡെസേർട്ട് എന്ന് പറയാനില്ല, സെമി ഫ്രോസൺ മോക്ടെയിലാണ് എന്താ പറയുക പറയാം. ഒരു ഫ്ലേവർ ആഡ് ചെയ്യുക, ഒരു ഐസ് ഷുഗറും ഒക്കെ ആഡ് ചെയ്തിട്ട്. പക്ഷേ കിടിലുണ്ട് ടേസ്റ്റ്. നല്ല മുളകിൻ്റെയൊക്കെ ഒരു മുളകും മല്ലിയിലേക്ക് കൊണ്ടു തോന്നും. എന്തോ പച്ചമുളകിൻ്റെയാണ്, സ്കിന്നാണ്. ഓക്കെ. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേസ്. ഓറഞ്ചും പച്ചമുളകും. നമ്മളെ കുലുക്കിയുടെ ഇറ്റാലിയൻ വെർഷൻ. സാധനം കൊള്ളാം. നല്ല കട്ടിക്ക് ഐസ് ഉണ്ട് കേട്ടോ. നോക്കി കഴിഞ്ഞാൽ ഐസ് സെമി ഫ്രോസൺ ആണ്. കുറച്ച് ഒരു സ്ലഷിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ്സും സംഭവം കൊള്ളാം. നൈസ്. എവള് ലൈം ആൻഡ് മിൻറ്റ് ഗ്രാനൈറ്റാണ് പറഞ്ഞത്. മട തിന്നു നോക്കിയാണ് ചെറിയ അതാ അവള്. ഞാനോട് ഇഷ്ടപ്പെട്ടാ. സാൻഡ്വിച്ച് ഈസ് ഗുഡ്. അത് മൊത്തം ചീസും ബഫല്ലോ ചിക്കനും. കിടിലൻ ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊരു റൈസ് ബോളാണ് പറഞ്ഞത്, ബുൾഗോഗി റൈസ് ബോൾ. അത് ഇതൊക്കെയാണ് വന്നില്ല ഗൈസ്. അത് വന്നിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ വ്ളോഗിൽ ഇട്ടിട്ടില്ല. സോ പൂച്ചെന്നാ ഇറ്റ്സ് ഗോൺ. ഗൈസ് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബുൾഗോഗി ചിക്കൻ, കൊറിയൻ ബുൾഗോഗി. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും, പക്ഷേ എനിക്ക് അവരുടെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ലാസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തത്. സോ ഗുഡ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോട്ടെ. ഇതാണ് കൊറിയൻ ബുൾഗോഗി ചിക്കൻ. ഇതേപോലെ ഒരു ഫ്രൈഡ് എഗ് ഉണ്ടാവും, ഈ ചിക്കനും ഫ്രൈഡ് റൈസും. ആദ്യം ഫ്രൈഡ് റൈസ് കഴിച്ചോട്ടെ ഗൈസ്. ഐ ആം എ ഫ്രൈഡ് റൈസ് ഫാൻ. ലെറ്റ് മീ ട്രൈ ഇറ്റ്. നോട്ട് ബാഡ്. ഒത്തിരി അങ്ങോട്ടൊരു റൈസിനങ്ങനെ ഫ്ലേവറൊന്നുമില്ല. ഈ ഒരു പിക്കിൾ പോലത്തെ സാധനം കൊള്ളാം. എനിക്കൊന്ന് കൊറിയൻ എന്തോ സാധനമെന്ന് തോന്നും. എന്തായാലും ബുൾഗോഗിയുടെ ടേസ്റ്റ് ചെയ്തോട്ടെ ഗൈസ്. ചോറുമായിട്ട് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഒരു ഫ്ലേവർ വരും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലേ അതിനൊരു ടേസ്റ്റ് കിട്ടും. ഈസ് എ വെരി എക്സ്പെർട്ട് പിസ്സ മേക്കർ. ഇവിടെ ദേ ആർ വെരി ഫേമസ് ഫോർ പിസ്സാസ്. യു ഷുഡ് ട്രൈ ഇറ്റ് വൺസ്. അപ്പോൾ ഗൈസ് മുട്ട പൊട്ടിച്ച് വരാം. മുട്ട ഇങ്ങനെ പൊട്ടിക്കുക, എന്നിട്ട് എഗ്ഗും റൈസും ചിക്കനും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. ഒരു കൈ വെച്ചിട്ട് അങ്ങനെ ഗൈസ്. അപ്പോൾ ഈ എഗ്ഗും ഇങ്ങനെ ക്രിസ്പി ആയതുകൊണ്ടാണ് മുറിക്കാൻ കുറച്ച് പാട്. അപ്പോൾ എഗ്ഗും ചിക്കനും എല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് എടുക്കുക. സൂപ്പർ ഗുഡ് ഗൈസ്. ഈ ഒരു സാധനം പൊളി. നമ്മളത് ഇൻഡിവിജ്വലായിട്ട് കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. സോ ഫുള്ള് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫുൾ ബാലൻസ് അപ്പോഴേ വരത്തുള്ളൂ. അതായത് എഗ്ഗും റൈസും ചിക്കനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് മാൻ. പൊളി. ആ പിക്കിൾ പോലത്തെ സാധനം കൂടെ കഴിച്ചോളൂ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. അപ്പോഴേ ഒരു അസിഡിക് ടേസ്റ്റ് കൂടെ വരുള്ളൂ. സ്പൂൺ എടുക്കാനുള്ള ഞാൻ എന്തിനാണ് ഫോർക്ക് എടുത്തതെന്ന് എനിക്ക് എന്നോട്. അപ്പോൾ ഗൈസ് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. അതായത് ഈ ഒരു പിക്കിളും അവരുടെ ആ മുട്ടയും ആ ഒരു ചിക്കനും റൈസ്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഓഫ് ദ ടേസ്റ്റ്. സോ ഗുഡ് ഗൈസ്. രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഈ ഒരു റൈസ് ബോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലവ് ഇറ്റ്. അപ്പോൾ എന്തായാലും നമ്മളിത് കഴിച്ചിട്ട് വരാം ഗൈസ്. കഫിക്കാണെങ്കിൽ നൊമാഡിയും വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവന് സോളോ ഡേറ്റിന് പോയേക്കണം. അപ്പോൾ എന്തായാലും അവനെ പോയി ഒരു ഹായും കണ്ട് പറഞ്ഞിട്ട് വരാം. റൈസ് കഴിക്കൂല, നോട്ട് ഖത്തർ പൂച്ച. സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നൈസ് അല്ലേ? സോ ഗുഡ്. ഇങ്ങനെ കുറേ മരമൊക്കെ ഉണ്ട് ഗൈസ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. ഗ്രാസിൻ്റെ സ്മെല്ലാണ്. നൈസ്. നല്ല ചെടി, നല്ല മരം. ഈ ഒരു മരം സൂപ്പർ അല്ലേ? നല്ല രസമുണ്ടല്ലേ? അടിപൊളി. നല്ല ഫ്രെയിം.
അപ്പോൾ ശരി ഗൈസ്, നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നേരെ കഫി ക്യാനിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ആർട്ട് വർക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളുടെ ആർട്ട് വർക്ക്സ് ഉണ്ട്. സോ വന്നു കഴിഞ്ഞാൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്, വെരി നൈസ് സ്റ്റഫ്. അവസ്ഥ ആർട്ട് വർക്ക്സ് എவ்வளോ ആർട്ടിസ്റ്റാണ്, നല്ല രീതിയിൽ പടം വരയ്ക്കും ഗൈസ് രണ്ടുപേരും. ഇവിടെ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. നല്ല പെയിൻറ്റിങ്സും ആർട്ട് വർക്കും ആയിരുന്നു ഗൈസ്. നമ്മളത് കുറേ കണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആർട്ട് വർക്ക്? അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ നേരെ കഫി ക്യാനെ പോട്ടെ. അങ്ങനെ ഗൈസ് വന്നിരിക്കുകയാണ് നമ്മുടെ നൊമാഡിയൻ്റെ കാർ. ആദ്യാഴ്ച ജാമ്യത്തിൽ എടുക്കാൻ വരേണ്ടി വരും. ഞാനും അടിക്കാൻ പോണം ഫുള്ള് ടിൻഡ്. ഞാൻ പറയും നൊമാഡിയനെ പിടിക്കാത്ത എന്നെയും പിടിക്കുന്നു. ഒന്നുമില്ല ഗൈസ്, ഫുൾ ടിൻഡാണ് അവൻ്റെ കാർ. അതാണ് സംഭവം. അകത്ത് കേട്ടോ നല്ല തിരക്ക്. എന്തായാലും ഒരു ഹായ് ഗൈസ്. നമ്മുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. സത്യം കേട്ടോ, ഡെയിലി കാണുന്നത് എല്ലാ വ്ളോഗും കാണുന്നവരാ. ഉഫ് മൈ ഗോഡ്സ്, ഇതാണ് എൻ്റെ വ്ളോഗിനുള്ള പ്രചോദനം ഗൈസ്. ആരെങ്കിലുമൊക്കെ നല്ലത് പറയുമ്പോഴല്ലേ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക്സ് ബ്രോ, താങ്ക് യു. ഇപ്പോൾ ട്രിവാൻഡ്രംകാരാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടൊരു കണക്ഷനും കൂടെ ഉണ്ട്. നൊമാഡിയൻ്റെ ബദ്ധ ശത്രുക്കൾ. എന്തായാലും നൊമാഡിയ പിള്ളേർക്കൊന്നും ഇതിന് ഇഷ്ടമില്ലല്ലോ. പിന്നെ ഓ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഗൈസ്. നൊമാഡിയൻ്റെ വ്ളോഗ് ബോറെന്ന് പറയണത് രണ്ടുപേരും. അവനെ ആസ് എ പേഴ്സൺ അല്ല, അവൻ്റെ വ്ളോഗ് ക്രിഞ്ചെന്ന് പറയുന്നത്. എന്താണ് അവൻ്റെ വ്ളോഗ് ക്രിഞ്ചെന്ന് പറയുന്നത്? ചളിയാണ്ടാണോ? നൊമാഡി സോപ്പിടാൻ വന്നേക്കാണ് അവർ രണ്ടുപേരും ഫാനാക്കാൻ വേണ്ടി. നല്ല പാടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തായാലും ഗൈസ് സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ നൊമാഡിയും മറ്റേ ക്വിസ് മാസ്റ്റർ ആയിരിക്കുകയാണ്. സനു ബ്രോയുടെ ഇഷ്ടമല്ലാത്തൊരു ക്വാളിറ്റി, ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ, ഇഷ്ടമല്ലാത്ത പോസിറ്റീവ് എനിക്കറിയാം. എനിക്കാൻ പറയണത് ഓരോരുത്തർ ഓരോ ആൻസർ പറയണേ. ആദ്യം ഹായ പറഞ്ഞു, അത് ചേഞ്ച് ചെയ്ത സനു ബ്രോ അടിപൊളിയാണ്. Sunny Mama always says he wants to diet, okay? And dosa for him, but he won't do it. അപ്പൊ അടുത്തൊരു എന്റെ കുറ്റം പറയുന്നത് ഗുഡ്. ഇന്ന് എന്ത് വേണേലും ഓർഡർ ചെയ്തോ. അതല്ലാതെ വേറെ ഒരു ബാഡ് ക്യാരക്ടർ, ഒരു ക്യാരക്ടർ മാറ്റിയാൽ സനുമാമ അടിപൊളിയാ, പെർഫെക്റ്റ്. ഒരു ആൻസർ. അപ്പൊ സനു ബ്രോ പെർഫെക്റ്റ് ആണോ നമ്മ പറയുന്നത്? അപ്പൊ നെഗറ്റീവ് ഒന്നും ഇല്ല. അപ്പൊ വഴക്ക് പറയില്ല, ഫോൺ യൂസ് ചെയ്യുന്നതൊന്നും വഴക്ക് പറയില്ല. അപ്പൊ നെഗറ്റീവ് ക്യാരക്ടറാണ്. അത് ആർക്ക് വേണ്ടി പറയുന്നത്? എണ്ണിപ്പിക്കും. അത് എണീപ്പിക്കും. അവളെ എണീക്കാൻ എത്ര മണിക്കെന്ന് അറിയാം? 3 മണിക്ക്. ഉച്ചയ്ക്ക് ഇന്നലെ നമ്മള് കളിയൊക്കെ കണ്ടിട്ട് കിടന്നതല്ലേ. ലാസ്റ്റ് ഒക്കെ ആയപ്പോ കാണുന്നത് ഇങ്ങനെ കിറങ്ങി കിടക്കുകയാണ്. വെക്കേഷൻ ടൈമിൽ നമുക്ക് 3 മണിക്ക് 4 മണിയൊക്കെ എണീക്കാം. അതിൽ തെറ്റൊന്നുമില്ല. വെക്കേഷൻ ആണാണ് ഞാനും പിന്നെ ഒന്നും പറയാത്ത. അത് ഞാനും ഇന്ന് തീർന്നു. ഇന്ന് രാത്രി ഇന്നത്തെ കളിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ സ്ലീപ് സൈക്കിൾ സെറ്റ് ആകണമായിരിക്കും. ഇന്ന് മുതൽ ഞാൻ സ്ട്രിക്റ്റ് മാമയാണ്. അടുത്ത പ്രാവശ്യം നീ ചോദിക്കുമ്പോൾ പറയും ഒരുപാട് നെഗറ്റീവ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവര് ചോദിക്കട്ടെ, വാട്ട് ഡു യു ഡോണ്ട് ലൈക്ക്, വൈ യു ഹേറ്റ് നൊമാഡിയൻ വ്ളോഗ്സ്? I don't watch. Nia, what is stopping you from watching Nomadian vlogs? It's just too much. Too much. അയ്യോ പിള്ളേർക്ക് വരെ അറിയാം കേട്ടാ. കുറച്ച് ടൂ മച്ച് ആണ്. ഓവർ ആക്ടിങ് ആണ് അല്ലേ? ഓവർ ആക്ടിങ് അല്ലേ? അത് തന്നെ. എന്താണ് ഇങ്ങനെ ഓവർ ആക്ടിങ് ആയിരുന്നത്? അവളത് കാണാത്തോണ്ട് അതിന്റെ അഭിപ്രായം പറയണ്ടല്ലോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നേനെ. ഓ ഭാഗ്യം കേട്ടാ. നൊമാഡിയാ പിള്ളേർ കിഡ്സ് ഫ്രണ്ട്ലി ആകാനായിട്ട് എന്താണ് പ്ലാൻ? അല്ലല്ലോ, Nomadian has lot of kid fans in Sharjah. He gives free burgers to them. That's why they like him. Free chocolates. He's Santa Claus for all the boys there in Sharjah. ഷാർജയിലുള്ള പിള്ളേർക്കൊക്കെ ബർഗർ കൊടുത്ത് മയക്കി വെച്ചിരിക്കുകയാണ് നൊമാഡിയൻ മാമ. അങ്ങനെ കഴിച്ച് നൊമാഡിയൻ തേഞ്ഞു. അവനൊരു ടിക്കറ്റ് ഒപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറക്കപ്പിച്ചിൽ എൻ്റെ കൈ തലേന്ന് പോയതാണ്. അപ്പം തന്നെ like 2 o'clock. അർദ്ധരാത്രി ആ സമയത്ത് ഒരു ടിക്കറ്റ് കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റായിരുന്നു. 3 ടിക്കറ്റേ ഉള്ളൂ. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് ഒരു ടിക്കറ്റ് എക്സ്ട്രാ കിട്ടുന്നില്ല. ഭയങ്കര സോൾഡ് ഔട്ട് ആണ്. അത് ടെറസിന്റെ മണ്ടയിൽ നിന്ന് കളി കാണാനാണ് ഇത്രയും തിരക്കും ഇടിയും ബാളവും. സോ ഹാർഡ് ടു ഗെറ്റ് 1 ടിക്കറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. ഫോറം മോളിലും കൂടെ പോയി ഡയറക്റ്റ് ഒന്ന് നോക്കാം കിട്ടുമില്ല. അതാണ് നിന്നെ ആദ്യം കണ്ടല്ലേ. രണ്ടാമത്തെ പ്രാവശ്യം എന്താ ഊരാതെയും ചെയ്യും.
ഡിക്കിയെല്ലാം തുറക്കാൻ പറഞ്ഞു. ഫുള്ള് ബ്ലാക്ക് ആയിരുന്നല്ലോ, ഫുൾ ബ്ലാക്ക് ഔട്ട് ആയ കാറാണ് കേസ്. അതുകൊണ്ട് മൊത്തം കാറൊക്കെ തുറന്നു നോക്കിയിട്ടാണ് പോയത് പോലീസ്. പക്ഷെ ഒരു കാര്യം പറയാം, ഒരുപാട് മാറിയിട്ടുണ്ട് ഇവിടുത്തെ പോലീസ്. എനിക്ക് തോന്നുന്നു UDF ഭരണം വന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വണ്ടിയിൽ ഫുൾ ടിൻറ്റാണ്, ഫ്രണ്ടിൽ ടിൻറ്റാണ്. അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഭയങ്കര ഫ്രണ്ടിലെടുത്ത് പറഞ്ഞു സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. സൂക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, അവർ എത്രത്തോളം ചേഞ്ചായി. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഓൺ ദ സ്പോട്ട് പെറ്റി അടിച്ചു തരും, സംസാരമില്ല. പക്ഷേ സ്റ്റിക്കർ ഊരിപ്പിക്കും. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് മാറി. അതുകൊണ്ട് നിങ്ങൾ ഈ പൂക്കി മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴേ കുറച്ചൊക്കെ ആലോചിച്ച് പറയണം. അത്ര പൂക്കിയൊന്നുമല്ല, അത്യാവശ്യം വിവരമൊക്കെ ഉള്ള ഒരാളാണ്. നമുക്കറിയില്ല പോലീസുകാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. സ്ട്രിക്റ്റ് ആവേണ്ട സാധനങ്ങൾ സ്ട്രിക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഡ്രഗ് കേസിലൊക്കെ നല്ല സ്ട്രിക്റ്റ്. എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വണ്ടിയിൽ നമ്പറൊന്നുമില്ല. അതാണ് മെയിൻ സാധനം. അത് നോക്കിയാൽ മതി. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ തൂഫാനെ മാത്രം പഠിച്ചാൽ മതി. നല്ലപോലെ നടന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. അത്ര ഫ്രണ്ട്ലി ആണ് ഇപ്പം. പക്ഷെ നല്ലതാണ്. ഈ ഒരു നാട്ടിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞ ഡ്രഗ്സാണ്, മനസ്സിലായില്ലേ? അത് മാത്രം. അതിപ്പോൾ ഈ ഒരു ബാക്കി സ്റ്റേറ്റിലും കൂടെ പോയി സംസാരിക്കുന്നുണ്ടല്ലോ. മൊത്തത്തിൽ ആ ഇൻഫ്ലോ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കേസ്. എല്ലാവർക്കും ഒരു ട്രെൻഡാണ് ഈ സമയം. ട്രെൻഡാണെന്ന് വിചാരം ഒന്നുമല്ല, ലൈഫ് നശിപ്പിക്കും. ഞങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഒന്നിനും അഡിക്ഷൻ അല്ല. നമ്മൾ ഫുഡ്, നമ്മൾ ഈ ഒരു ഗ്യാതറിങ്, ഈ ഒരു വ്ളോഗ്, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ്. അത്രേ ഉള്ളൂ കേസ്. അത്രേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ലൈഫിൽ. വെള്ളം അതൊരു ഹെൽത്തി വേയിൽ അടിക്കുക. ബാക്കി നാട്ടുകാർക്ക് ശല്യം ഉണ്ടാവുന്ന രീതിയിൽ ചെയ്യായിരുന്നു. മറ്റേ ഇപ്പം കണ്ടില്ലേ, വെള്ളം അടിച്ചിട്ട് മറ്റേ നാരങ്ങയ്ക്ക് നീര് കുറവ്, പപ്പടത്തിന് മറ്റേ ചെറിയ പപ്പടം, വലിയ പപ്പടം, ഐസ്ക്രീം കിട്ടിയില്ല. ഇതൊക്കെ നമ്മളല്ലേ വെള്ളം അടിച്ചവന്മാരാണ് ഈ അടി ഉണ്ടാക്കുന്നത്. മൊത്തത്തിൽ ബോധമില്ലാതാകുമ്പോഴാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് കേസ്. അതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കൊല്ലം എന്ന് പറയുമ്പോൾ അവർ നമ്മളെ കളിയാക്കും, ലൈക്ക് നമ്മളെ ട്രോള്, നമ്മളെ ഊക്കും. കൊല്ലം നമുക്കതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഞാൻ പറയില്ല, നമ്മളൊക്കെ മാന്യമായിട്ട് ഇങ്ങനെ നടക്കുന്നെങ്കിലും ആൾക്കാർക്ക് കൊല്ലമെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കോമഡിയാ. അത് മാറണം. അപ്പോൾ എന്തായാലും ഗൈസ് കുറച്ച് എന്താ പറയാലോ, എല്ലാവരും പറഞ്ഞ പോലെ വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നാട്ടുകാരെ തലയ്ക്ക് പോയി ഉപദ്രവിക്കുക, അടിവുണ്ടാക്കുക, ഒരു കടനെല്ലി പൊട്ടിക്കുക എല്ലാം ആവാം. നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. മറ്റുള്ളവരുടെ മേളിൽ കയറി കുതിര കളിക്കരുത്. അത് ഒരുപാട് നമ്മൾ ന്യൂസ് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ സ്ഥാപനങ്ങൾ അടിച്ചു പൊട്ടിക്കുക. വളരെ മോശം. ഇതൊക്കെ ഓരോരുത്തർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ കടകളും ബിസിനസ്സും ഒക്കെയാണ് കേസ്. അതിന് കുറച്ച് വില കൊടുക്കുക. ഒന്ന് ആലോചിക്കുക, ഓരോരുത്തർ സ്വപ്നമായിരിക്കും. ആ ഒരു കുടുംബം ചിലപ്പോൾ അതിനകത്ത് നിന്നായിരിക്കും പോകുന്നത്, അവിടെ പോയി അടിച്ചു പൊട്ടിക്കുക. ഇതൊക്കെ നമ്മൾ ബോധമില്ലാതെ ഓരോന്ന് ചെയ്തതിന് ശേഷം പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ടും കാര്യമില്ല. സോ കൈൻഡ്ലി നോട്ട് ഗൈസ്, കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ജീവിക്കുക. ആൾക്കാർ പറയും നീയൊക്കെ. നമ്മൾ അത്യാവശ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയൊക്കെ വായിക്കുന്നതും കാണുന്നതും കൊണ്ട് മാത്രം പറയുന്നതാണ്, അല്ലാതെ ഇതേ ഉള്ളൂ. നമ്മളെ ന്യൂസ് ചാനൽസിന് പോലും ഒരുമാതിരി പുച്ഛവും സർക്കാസവും ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഗൈസ് കൈൻഡ്ലി കുറച്ച് റെസ്ട്രെയിൻ കാണിക്കുക. ഇങ്ങനത്തെ അലമ്പ് പരിപാടികൾ കാണിക്കാതിരിക്കുക. നാട്ടിനും നല്ലത്, നിങ്ങൾക്കും നല്ലത് ഗൈസ്. കനാഡിയൻ ടിക്കറ്റ് എൻ്റെ കുറ്റമാണ് ഗൈസ്. ഞാൻ ഇന്നലെ ഒരു ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്യാനുള്ളതായിരുന്നു. മിസ്സായി പോയി ഗൈസ് ടിക്കറ്റ്. ഇപ്പം ഒരിക്കലും ഒറ്റയ്ക്ക് ഇരുന്ന് കളി കാണേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. സകല സ്ഥലങ്ങളിലും തിരക്കുന്നുണ്ട് ഒരു ടിക്കറ്റിന് വേണ്ടി, കിട്ടുന്നില്ല. നോക്കട്ടെ, ഞാൻ ഫോറം മോളിൽ പോയി നോക്കാം ഗൈസ്. ലെറ്റ്സ് സീ. അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ പല ഹോൾഡുകൾ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുകയാണ് ഇവൻ ഒരു ടിക്കറ്റിന് വേണ്ടി. ബ്ലാക്കിൽ എടുക്കാമെന്ന് വേണ്ടി പോലും ഒരെണ്ണം കിട്ടുന്നില്ല ഗൈസ്. ഇവൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ. ഡുഡു ഹൗ കം? ഓ മൈ ഗോഡ്. ഒരു ബ്രൗണി വാങ്ങിച്ചു കൊടുത്ത് സോപ്പിട്ട് ഒറ്റ ബ്രൗണിയിൽ അവൻ ഒരാളെ ഫാനിനെ ഉണ്ടാക്കി. എനിക്ക് ഒരു ടിക്കറ്റ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു ഫുട്ബോളിൻ്റെ. എന്റെ ചോദിക്കുക, ഈ ധൈര്യം ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് വരും. അവനെ പിച്ചക്കാരനാക്കി വിടും ഞാൻ ഇന്ന്. അവനറിയാം, അതുകൊണ്ടാണ്. അവർക്കൊന്നും വേണ്ടാന്ന് പറയുന്ന പിള്ളേരെ നിർബന്ധിച്ച് ചോദിപ്പിക്കുന്നതാണ്. അവർക്ക് മറ്റേ സൂപ്പർ മാമനുണ്ട് ദുബൈയിൽ, എല്ലാം ഓൾറെഡി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 ഇരട്ടകളാളാ, ട്വിൻസാണ് അവര്. ഓ മൈ ഗോഡ്, ദേ ആർ ട്വിൻസ്, സെയിം പ്രായം. നൊമാഡിയൻ എനിക്ക് ഒരു ഓഫറും തരുന്നില്ല ഗൈസ്. ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാതെ തന്നെ ദേഷ്യത്തിലാണെന്നാണ്. അങ്ങനെ ഗൈസ് നമ്മൾ നൊമാഡിയനോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ്. നൊമാഡിയൻ ഇന്ന് വേറൊരു ഡേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഫോറം മോളിൽ വരെ പോയിട്ട് ഡയറക്റ്റ് ഒരു ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഞാൻ അവിടെ ബ്ലാക്കിലെങ്കിലും കിട്ടുമോ. എന്നാ ഞാൻ ഇവരെ വിട്ടിട്ട് ഞാൻ പറയാം. അത് നേരെ ഫോറം മോളിലോട്ടോ.
ഇന്ന് പാർക്കിംഗ് കിട്ടുമെന്ന് കണ്ടറിയണം ഗൈസ്. നോക്കാം എന്തായാലും. ചന്ദ്രൻ അത് കാണാൻ പറ്റുമോ? എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അതായാലും മതി. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇവരെ കൊണ്ടൊന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യട്ടെ. എന്നിട്ട് പോയി ടിക്കറ്റിനുള്ള അതാ നിങ്ങളും വരണം. നേരത്തെ പോസ്റ്റാണ്, അവിടെ പോയിട്ട് 11 o'clock വരെ നിൽക്കണം, വെയിറ്റ് ചെയ്യണം. കളി 1:30-ക്കല്ലേ? കളി 12:30. ജേഴ്സി നോക്കട്ടെ ഗൈസ്, ഞാൻ നോക്കട്ടെ കിട്ടുമോ. Yeah, I have one. അതൊക്കെണ്ടാ? സ്പെയിൻ ജേഴ്സി നോക്കട്ടെ, കട ഉണ്ടെങ്കിൽ നമുക്ക് കയറി നോക്കാം. അങ്ങനെ ഗൈസ്, നൊമാഡിന് ടിക്കറ്റ് ഷാസ് സെറ്റാക്കി കൊടുത്തു. ഷാസിന്റെ ഒരു ഹോൾഡ് കാരണം ഞാൻ എല്ലാരെയും വിളിച്ചായിരുന്നു ഗൈസ്. പക്ഷെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള കളിയില് 100 പേരെ വിളിച്ച് നടന്നില്ല. പറഞ്ഞത് പുള്ളിയുടെ ഹോൾഡ് അടിപൊളിയാന്നാ പറഞ്ഞത്. പക്ഷെ ആ ഹോൾഡ് പൊളിഞ്ഞു പോയി. ഹോൾഡർ പൊളിച്ച ആൾക്കാർ. എനിക്ക് വലിയ ഹോൾഡൊന്നും ഇല്ല ഗൈസ്. ഞാൻ എന്റെ ഉള്ള ഹോൾഡൊക്കെ വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എന്റെ മിസ്റ്റേക്ക് ആണല്ലോ. അപ്പൊ നോക്കിയപ്പോ ഷാസ് വിളിച്ചപ്പോ അവിടെ ഇരുന്നോണ്ട് മെഴുകലായിരുന്നു. ഞാൻ ഇത് ചെയ്ത്, ഞാൻ ഇവനെ തേച്ച് മറ്റത്. അപ്പൊ അവന് കുറ്റബോധം തോന്നിയിട്ടാണോ ഇവന് വേണ്ടി അവൻ കരുക്കൽ നീക്കി. കട്ട ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് അവൻ. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗിന്റെ ഉസ്താദാണ് അതായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗൈസ് എങ്ങനെയോ ടിക്കറ്റ് സെറ്റായിരുന്നു. ടിക്കറ്റ് കൈ കിട്ടിയിട്ടില്ല. കിട്ടുമോ ഇല്ലെന്നുള്ളത് നമുക്ക് അവിടെ ഫോറം മോളിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം ടിക്കറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഇല്ലെങ്കിൽ നൊമാഡിയനാണെന്ന് ടാക്സി പറഞ്ഞു വിടാം. നമ്മൾ അവിടെ നിന്ന് കളിയും കാണും. എന്തായാലും കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ. നല്ല ഹോൾഡ് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു ടിക്കറ്റൊക്കെ കിട്ടും. നൊമാഡിയൻ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്താനുള്ള സെറ്റപ്പെങ്കിലും നമ്മൾ ചെയ്യും എന്നാണ് നമ്മളൊരു വിശ്വാസം. നോക്കണമൊക്കെയാണ്. എന്തായാലും നമ്മള് ഫോറം മോളിൽ പോട്ടെ. പറ്റുമെങ്കിൽ 11 മണിക്കുമ്പോ എന്തെങ്കിലും കഴിയുകയും ചെയ്യാം. സോ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഒരു അർജന്റീന ഫാനും ഉണ്ട്, ഒരു സ്പെയിനും ഉണ്ട്. സ്പെയിൻ ഫാനിനെ കാണും. ചെയ്യാൻ പോകുന്നത് സ്പെയിൻ ഫാനിന് ഞാൻ എന്ത് വില എടുത്താലും ഒരു സ്പെയിന്റെ ജേഴ്സി മേടിച്ചു കൊടുക്കും. അതിപ്പോ കടയൊക്കെ അടച്ചടാ. ചുമ്മാ പറ, കട അടച്ചിട്ടില്ല. നോക്കട്ടെ, ലെറ്റ്സ് സീ. എന്തായാലും ഫോറം മോളിൽ പോയി നോക്കിട്ടെ. നമുക്കൊരു ജേഴ്സിയും തപ്പം. ഉള്ള ജേഴ്സിയൊക്കെ എല്ലാവരും അരിച്ച് പറക്കിക്കൊണ്ട് പോയി കാണും. എന്തായാലും നോക്കാം ഗൈസ്. അവന്റെ ഒരു ആഗ്രഹമല്ലേ. ലെറ്റ്സ് സീ. നമ്മള് നേരെ ഫോറം മോളിൽ എത്തിയിട്ട് കാണാം ഗൈസ്. സത്യം പറഞ്ഞ നമ്മുടെ ഡുഡു ബാർബി ഇല്ലേ, ഡുഡു ബാർബി, ബാക്കിൽ ഡുഡു ബാർബി സ്പെയിന്റെ കട്ട ഫാനാ. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ, സ്പെയിന്റെ ഫേവറേറ്റ് പ്ലെയർ ആരാ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ആൻസർ പറഞ്ഞതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മള് സ്പെയിന്റെ ഒറിജിനൽ ജേഴ്സി അഡിഡാസിന്റെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട്, അതും നമ്മൾ അർജന്റീന ഹേറ്റേഴ്സ് അല്ല, പക്ഷെ നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ടീം ആരാ? സ്പെയിൻ. അപ്പോ അർജന്റീന ഒരു ഫാനിന് അർജന്റീന ജേഴ്സി ഉണ്ട്. പക്ഷെ നമ്മുടെ ഡുഡുവിന് സ്പെയിന്റെ ജേഴ്സി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡിഡാസിന്റെ ഷോറൂമിൽ പോയിട്ട് ഒറിജിനൽ ജേഴ്സി മേടിച്ചു കൊടുക്കും. അതിന് എത്ര പൈസ ആണെങ്കിലും, അതിന് ഒഫീഷ്യൽ ജേഴ്സി ആണെങ്കിലും പ്ലെയർ ജേഴ്സി ആണെങ്കിലും മേടിച്ചു കൊടുക്കും. അത് നമ്മൾ മേടിച്ചു കൊടുക്കും. കിട്ടിയാൽ നമ്മൾ മേടിച്ചു കൊടുക്കും. അത് ഡുഡുവിന് നമ്മുടെ ഗിഫ്റ്റ് ആണ്. ഹാപ്പിയാണോ? കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാമനോടോ. ജേഴ്സി കിട്ടും. പോസിറ്റീവ്. കിട്ടിക്കഴിഞ്ഞാൽ നൊമാഡിനെ ഫോളോ ചെയ്യോ? യോ യോ അർജന്റീന ഫാൻ ചിരിക്കുന്ന കേട്ടോ. നമുക്ക് കിട്ടും കേട്ടോ, കിട്ടും. നമ്മളുടെ വാലെ പാർക്കിംഗിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാർക്കിംഗ് കിട്ടി. ഇനി അടുത്ത പരിപാടി നേരെ എവിടാ പോന്നെ? അഡിഡാസ് ഫോർ സ്പെയിൻ ജേഴ്സി. യോ, നമ്മൾ ഫോറം മോളിൽ എത്തിയിരിക്കുകയാണ് വിത്ത് നൊമാഡിയൻ ആൻഡ് ജുജു ആൻഡ് ഡുഡു. നമുക്ക് സ്പെയിനിന്റെ ജെർസി ആദ്യം കിട്ടുമെന്ന് നോക്കാം. നൊമാഡിയന്റെ വെല്ലുവിളിയാണ് സ്പെയിനിന്റെ ജെർസി കിട്ടുമെന്ന്. ഇവിടെ ഞാൻ ഒരു സ്പെയിൻ ജേഴ്സി നല്ലത് കണ്ടില്ല കേട്ടോ. ഞാനും കണ്ടില്ല. എന്തായാലും നോക്കാം കഴിച്ച അഡിഡാസിൽ ഉണ്ടെന്നാണ് ഇവൻ പറയണത്. ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇപ്പൊ അറിയാം. വേറൊരു കാര്യം എന്നോട് പറയണം. അതായത് നമ്മള് അർജന്റീനയ്ക്ക് അഗൈൻസ്റ്റ് ചെയ്യുന്ന പരിപാടിയല്ല. അല്ലല്ലല്ലേ, സ്പെയിൻ ഫാൻ ആയതുകൊണ്ട് നമ്മള് സപ്പോർട്ടറിന് ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന. ഞാൻ എന്റെ ഷർട്ടിന്റെ കളർ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? കള്ളത്തിരുമാരി. മനസ്സിലായി. പ്ലെയർ എഡിഷൻ കിട്ടുമോ? ഇത് പ്ലെയർ എഡിഷൻ ആണെന്ന്. അങ്ങനെ ഗൈസ് നമുക്ക് പാർക്കിംഗും കിട്ടി, ജെർസിയും കിട്ടി. പ്ലെയർ എഡിഷൻ ജെർസിയാണ്. ഓ മൈ ഗോഡ്, ലോഗോ ഉണ്ടോ? ആർ യു ഹാപ്പി? റേറ്റ് നമ്മൾ നോക്കിയിട്ടില്ല. റേറ്റ് ഞാൻ നോക്കിയില്ല. എന്താണ്? എത്ര പൈസ ഇല്ലേ? ഫ്രീ ആണോ? അതുണ്ടാവടാ. 9,000 10,000. എൻജോയ്. സ്പെയിന്റെ ബ്രാൻഡിങ് നമ്മള് ജേഴ്സിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെന്താ ബോൾ കറങ്ങാത്ത? ഒറിജിനൽ ബോൾ ആയിട്ടാണോ? അമ്മോ, എന്തൊക്കെ കാണിക്കണമെന്നൊക്കെ. നൊമാഡിയൻ പഴയ ഫുട്ബോളറാണ് കേട്ടാ. കറങ്ങുന്നില്ലേ? എല്ലാം വ്ലോഗിൽ എടുത്തിട്ടുണ്ട്. ഡുഡുവിന്റെ സ്പെയിന്റെ ജെർസി, എനിക്ക് ഫുട്ബോളും. പിന്നെ ഫുട്ബോൾ ഓടിക്കും. എന്താണ് നൊമാഡിയൻ സ്നേഹമില്ലാത്ത? എനിക്ക് അതാണ് ഒരു പ്രതീക്ഷ. സ്പെയിൻ ജയിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നോക്കട്ടെ. ഓ മൈ ഗോഡ്, സ്പെയിൻ ഒഫീഷ്യൽ ജെർസി അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. നൊമാഡിയനെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും മിക്കവാറും. നീ ചുമ്മാ ഇതിനപ്പുറമാണ് ഈ കുഞ്ഞിന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കണക്ക് വെച്ചിട്ടൊന്നും അല്ല ആൾക്കാർ ചെയ്യുന്നത്. എന്താണ് സംസാരം?
അവ അങ്ങനെ പ്രതീക്ഷിച്ചോണ്ട് എന്തെങ്കിലും ചെയ്യുന്നു. പ്രതീക്ഷകളല്ല, ആഗ്രഹങ്ങളല്ല ഒരാളുടെ. അത് ശരിയാണ് കേട്ടാ. ഇവർക്ക് എന്തായാലും സന്തോഷമായി കേസ്. പാവം എവളാണ് അർജന്റീന, നമ്മുടെ ശത്രു. ഇവർക്ക് ഓൾറെഡി ജെർസി ഉണ്ട്. ഇത് ഓൾറെഡി അർജന്റീനയുടെ ജെർസി അല്ലേ? എന്താ ഖത്തറിന്റെ ഇത് പഴയ ഡ്യൂപ്ലിക്കേറ്റാ. അതെ, നൊമാഡിയൻ വാങ്ങിക്കുന്നത് മാത്രം ഒറിജിനൽ. അപ്പൊ ശരി ഗൈസ്, നമ്മൾ വരാം. അങ്ങനെ ഗൈസ്, നമ്മൾ എവർക്ക് വേണ്ടിയാണ് കളി കാണാൻ വന്നത്? ഒന്നാമത്തെ കാര്യം ആരെയും അവളെ ഡ്രസ് കണ്ട് അറിഞ്ഞൂടെ? നോക്കട്ടെ, ആരെയും നീ പറ. സ്പെയിൻ ഫാൻ അല്ല, സ്പെയിൻ സപ്പോർട്ടർ. സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ഫുട്ബോൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, മോശമായി പോയി. ഫുട്ബോൾ അല്ല വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. സ്നേഹം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ടീഷർട്ട് വേണം, മറ്റേ ഇതിന്റെ AMG-യുടെ ഞാൻ ഇടൂല, ഞാൻ തന്നെ വാങ്ങിച്ചതാണ് ഗൈസ്. അപ്പം എന്തായാലും 11 മണിക്ക് എന്തോണ് എൻട്രി. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പൊ എന്തായാലും ജെർസി കിട്ടി. ആൻഡ് അവർക്ക് ഓൾറെഡി ജെർസി ഉണ്ട്. നൊമാഡിന്റെ ടിക്കറ്റ് ഷാസ് സെറ്റ് ആയി കൊടുത്തു ഗൈസ്. അപ്പൊ 11:30 ആകുമ്പോ ടിക്കറ്റ് വരും. അത്യാവശ്യം നമ്മളെ കമ്പനികളെല്ലാം ഉണ്ട്. വി ക്യാൻ സിറ്റ് ആൻഡ് എൻജോയ്. ഒരുപാട് പേരുണ്ട്, സോനു ആൻഡ് ഫ്രണ്ട്സ്, അങ്ങനെ കുറെ പേരുണ്ട് ഗൈസ്. ആൻഡ് നൊമാഡിയൻ ഒറ്റയ്ക്ക് ഇരുന്ന് കളി കാണേണ്ടി ഇരുന്ന് ഹെൽപ്പ് ചെയ്തു. ഞാൻ ഒന്ന് ചെറുതായിട്ട് എന്റെ മിസ്റ്റേക്ക് ആണ് ഗൈസ്. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് എന്റെ കൈ ഒന്ന് വഴുതിപ്പോയി. അപ്പൊ തന്നെ ഒരു ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്താൽ അറിയാം, മിസ്സായി പോയി. അപ്പൊ എന്തായാലും ഷാസ് അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. പാർട്ടിയാ? പാട്ട് ഭയങ്കര കോപ്പിറൈറ്റ് ഗൈസ്. ബൈ ബൈ. നമ്മൾ സ്പെയിൻ ഗൈസ്, അർജന്റീനക്കാരന്മാരെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. യു ആർ ഓൾസോ അർജന്റീന. മൈ ഗോഡ്, ഫാമിലി മൊത്തം ടീം അർജന്റീന. ഗൈസ് ടിക്കറ്റ് ഒപ്പിച്ചു കൊടുത്താൽ ദോഹിക്കുന്നു, നൊമാഡിയൻ ഹാപ്പി. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ പോയി എന്തെങ്കിലും ഫുഡ് അടിക്കട്ടെ. ആൻഡ് ഒരു 11 മണിയാകുമ്പോ കേട്ടുമെന്ന് തോന്നുന്നു. അവിടെ മറ്റേ ഫേസ് പെയിന്റിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ 11 മണിക്കാ തുറക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഗൈസ്, നമ്മൾ യൂമിയിൽ വന്നിരിക്കുകയാണ് വിത്ത് നൊമാഡിയൻ. ആഫ്റ്റർ സോ ലോങ് ഒരു ഫുഡ് ബ്ലോഗ് വിത്ത് നൊമാഡിയൻ. അല്ലടാ പറഞ്ഞത് യൂമി. ഇത് നമ്മൾ യൂമിയിലാണ് കേസ്. അടിപൊളി ബ്രാൻഡ്. അവർക്ക് ഇതിന്റെ ഇവിടുത്തെ സൂഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒതന്റിക് സൂഷി, ഒതന്റിക് റാമൻ എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് വേണമെങ്കിൽ പറയാം. അതോ ആവാൻ അവിടെ നിന്നുകൊണ്ട് വ്ളോഗ് എടുക്കണൊക്കെയാണ്. കുറച്ച് നാളായി എന്തെങ്കിലും കിട്ടിട്ട്. അവൻ മറ്റേ ഒന്ന് എടുത്ത് സാധനം എഡിറ്റ് ചെയ്തിടൂല, അതാണ് അവന്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഒരു 11 മണി വരെ എങ്ങനെയെങ്കിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം ഗൈസ്. അത് കഴിഞ്ഞ് പതുക്കെ നേരെ ഇവിടുത്തെ റൂഫ് ടോപ്പിലാണ് പരിപാടി. വാച്ച് പാർട്ടിയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ലെറ്റ്സ് സീ, ഇറ്റ് ഷുഡ് ബി ഫൺ. അത് ഫുഡ് ഓർഡർ ചെയ്യട്ടെ ഗൈസ്. ഇതും കൂടെ ഉള്ള ഈ ഫണ്ണല്ല. ഇതും കൂടെ ഉള്ള കേട്ടോ. നാളെ പോലെ ഞാൻ നേരത്തെ ഉറങ്ങും, നേരത്തെ ഫുൾ ഡയറ്റും എല്ലാം ചെയ്യും. ഓർഡർ ചെയ്തിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. നമ്മൾ ഇവിടെ നിങ്ങൾ 0 വേണ്ടത് ഗൈസ്, വാശിയേറിയ ടിക് ടാക് മത്സരമാണ്. ഒന്നും ഇല്ല കേട്ടോ, കഴിഞ്ഞു. നമ്മളെ ഇത് തോപ്പിക്കാർക്കും പറ്റൂല. ആരും തോറ്റോ ഇവിടെ? നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞത് നിനക്കൊരു വാണിംഗ് തന്നതാ. ശരിയാ. ഫൈനൽ പോയി. നമ്മ കോൺസെൻട്രേഷൻ ഉണ്ട് നൊമാഡിയ. മറ്റേ ചിലര് മറ്റേ ഇത് വിട്ടു. അങ്ങനെയാണ് ആരും തോറ്റിട്ടില്ല, ജയിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നു ബ്രെയിൻ എക്സസൈസ്. എന്താ ബ്ലോഗ് മൊത്തം ടിക് ടാക് ടോ ബ്ലോഗാണ്. ഇതില്ല, എന്താ നമ്മള് ആരും ജയിക്കൂല. നിങ്ങൾ നമ്മൾ ഇൻസ്പയർ ചെയ്ത് എല്ലാരും കളിക്കും. കോമ്പറ്റീഷൻ ആയി, കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഡുഡു ആൻഡ് ജുജു. അതിലാരെങ്കിലും തോക്കും. ജയിച്ചില്ലേ? ഇവിടെ ജയിച്ചല്ലോ. 0 അല്ലേ അത്? എന്തായാലും ഫുഡ് വേണ്ട ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്ത സ്പൈസി ബാങ്കോക്ക് ഫ്രൈഡ് റൈസും ചിക്കനും എന്തോന്ന് ആസ്പറാഗസിന്റെ എന്തോ ഒരു കറി ചെയ്യുന്ന സാധനങ്ങളൊന്നും തോന്നുന്നു ഗൈസ്. ഗൈസ് ഇതിലാണ് ക്രിസ്പി ചിക്കൻ, എഗ്ഗും ഫ്രൈഡ് റൈസും ആണ്. ഒരു മുട്ട കൂടെ ഉണ്ടായിക്കൊണ്ടോ ചോദിച്ചാലോ? അപ്പൊ ഗൈസ് ഒരു മുട്ടയേ ഉള്ളൂ. അപ്പം പിന്നെ എക്സ്ട്രാ ഒരു എഗ് കൂടെ ഞാൻ പറഞ്ഞു. അതാ മടി കൂടെ ഉണ്ടല്ലോ. 50 ദിർഹംസാ, 50 രൂപ. ഇതാണ് ഗൈസ് ഇവരുടെ സൂഷി. ഇതാണ് ഇവന്റെ പ്രോൺസ് ടംബൂര സൂഷിയും സാൽമൺ ആൻഡ് അവക്കാഡോ സൂഷിയും. ഗൈസ് ഇതാണ് നമ്മുടെ ബാങ്കോക്ക് സ്റ്റൈൽ ഫ്രൈഡ് റൈസ്. കഴിച്ചോട്ടെ. സ്പൈസിയാണ്, നല്ല എരി അല്ലേ? പയ്യെ ആ ഒരു എരി ഫീൽ ചെയ്യുന്നു. സ്പൈസി ലവർ ആണെങ്കിലേ അല്ലേ? ഒരു മസ്റ്റ് ട്രൈ ആ. ഇത് ചിക്കൻ ആൻഡ് ആസ്പറാഗസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. കഴിച്ചോട്ടെ. മൈൽഡ് സ്പൈസിയാണ്, കൊള്ളാം, നൈസ്. ഈ ഫ്രൈഡ് റൈസിന്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് പാങ്കോ ഫ്രൈഡ് ചിക്കൻ ആണ് തരുന്നത്. റൈസിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. കൊള്ളാം കേട്ടോ. അതുകൊണ്ടാണ് ഒരു ക്രഞ്ച് കിട്ടും ചിക്കന്. ചിക്കൻ നല്ല ക്രഞ്ചിയാ. പാങ്കോ ക്രം ഫ്രൈഡ് ആണ്, അതാണ് ഇത്രയും ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. കഴിച്ചോടാ. നമ്മൾ നൂഡിൽസ് കൂടെ പണ്ടുണ്ട്, അതും കൂടെ വേണ്ട.
അങ്ങനെ ഗൈസ് ബില്ല് വന്നേക്കുന്നത് 4834. ഒട്ടും ചീപ്പല്ല, നല്ല എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി സൂഷിയൊക്കെ ഇത്തിരി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ട്. സോ എനിവേസ് നല്ല ഫുഡായിരുന്നു ഗൈസ്, തറലി എൻജോയ്ഡ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മാഡി എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് നല്ല, പക്ഷെ ഇച്ചിരി ഹെവി ആയി പോയി. എനിക്കും ഭയങ്കര ഹെവി ആയി പോകണം. ഞാനും അതാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാതെ നല്ല കഴിച്ചോണ്ട് ഹെവി ആയി. ഈവനിങ് വാക്കിന് ഇറങ്ങിയൊക്കെയാണ് നമ്മൾ ഗൈസ്. ഇതൊരു അർജന്റീന സ്കൂളും കോളേജും വിട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിന്റെ അകത്ത്. സോനു ഒക്കെ വരുന്നതേ ഉള്ളൂ. അവന്മാര് അടുത്തൊരു അർജന്റീന ഗ്യാങ് ആണ് ഗൈസ്. നമ്മളൊരു അർജന്റീന കോട്ടയിലോട്ടാണ് പോകുന്നത്. സ്പെയിന് ജയിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇത്രയും പേര് ഒരുമിച്ച് ചമ്മുന്ന ഒരു സീനുണ്ടല്ലോ, അതൊരു സാറ്റിസ്ഫാക്ഷൻ സാധനമായിരിക്കും കേട്ടാ. അതിന് വേണ്ടി മാത്രം അർജന്റീന ഒന്ന് തോറ്റാ കൊള്ളായിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ് സ്പെയിന് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ്. എന്താവും എന്നുള്ളത് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫോറം മോളിൽ വന്നപ്പോൾ തന്നെ നമ്മളെ സബ്സ്ക്രൈബറിനെ കണ്ടിരിക്കുകയാണ്. അർജന്റീന ഫാൻ ആണല്ലേ ഗൈസ്? ഫുൾ അർജന്റീനയുടെ കോട്ടയിൽ നടക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഗൈസ്, സ്പെയിൻ ജയിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇത്രയും പേര് ഉള്ളതുകൊണ്ട് ആരെങ്കിലും സ്പെയിനെ സപ്പോർട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രം. അങ്ങനെ ഗൈസ് മിസ്റ്റർ ഡോക്ടർ വന്നിരിക്കുകയാണ്. പോടാ അനീജ്, കമോടോ. എവൻ മാത്രമാണ് അർജന്റീന. സോനുവിന്റെ ടീംസ് അർജന്റീന ടീംസ് ആയിരിക്കും മൊത്തം. ആരും ഇല്ല സ്പെയിൻ. നീ സ്പെയിനാണോ? എല്ലാരും ഉണ്ടല്ലോ. ഹലോ ഗൈസ്. ഹലോ, എന്തുണ്ട് സുഖം? അങ്ങനെ ഗൈസ് സ്പെയിൻ അല്ലേ? ഞാൻ സ്പെയിൻ. നീ സ്പെയിൻ? ബ്രോ ഹോയ്. നമ്മളൊരു ടിക്കറ്റിന് വേണ്ടി വന്നതാ. അതിനാണ് മൃദുൽ ബ്രോയെ പതുക്കെ പൊക്കിയത്. മൃദുൽ ബ്രോ ഞാനുണ്ടേ. അല്ലല്ല വ്ളോഗാ. ശരി. അങ്ങനെ ഗൈസ് നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ ഇതാണ് സ്ഥലം. ആദ്യമേ സ്പെയിൻ എന്ന് പറയണോ? എവരുടെ ഗ്രൂപ്പിലാണ് നൊമാഡിനെ കൊണ്ട് കയറാനുള്ളത്. ഒരു ടിക്കറ്റ് അവിടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം. റെയിൻകോട്ട് തന്നെ സാധനം ഓൾറെഡി. എങ്ങനെ ലൈക്ക് ദിസ് അണ്ടർനീത്താ ലൈക്ക് ദിസ് ഇങ്ങനെയാണോ? What is this? Where is my hand? It's torn. Like this? Ayo guys. What is this? Rosa. What the man? Bro, this is what? ഇത് റെയിൻ കോട്ട് അല്ല, ഇത് വേറെന്തോ ആണ് ഗൈസ്. ഇതിനെക്കാട്ടി ഞാൻ മഴ നനഞ്ഞോ. നീ സർപ്രൈസ് ബ്രോ. ഓ, ഇത് കിട്ടിയതുകൊണ്ട് നന്നായി. ഞാൻ ആദ്യമേ അടുത്ത് കൈ നീ എനിക്ക് ഇട്ടും കൂടെ തരേണ്ടി വരും ഗൈസ്. വൺ സീൻ എക്സ്പീരിയൻസ്. മഴയും ഫുട്ബോളും ഒരു രക്ഷയില്ല കേട്ടാ. നമ്മള് VIP എന്നൊക്കെ പണ്ട് ആ VIP ടാഗ് ഒക്കെ മാറ്റി തുടങ്ങി മഴയത്ത്. നൊമാഡിയൻ എക്സ്പെർട്ട് നിക്കേ. ഏതാ തല? ഇതിനകത്തോട്ട് എന്നിട്ട് ഞാൻ നേരത്തെ കയറിയപ്പോ ഫുള്ള് തുറക്കണം, അല്ലെങ്കിൽ അത് കീറിപ്പോവും. എന്നിട്ട് കേറി നീ ഇങ്ങനെ. എന്നിട്ട് I am too huge for this raincoat. പയ്യ ഹാൻഡിൽ ഇതെന്താ കുക്കിംഗ് ചാനലോ? ഫുട്ബോൾ ആണോ വന്ന് കുക്കിംഗ് ചാനലായല്ലോ നമ്മള്. ഓക്കെ. ഓൾറെഡി തൊപ്പിയുള്ളതുകൊണ്ട് തല അറിയില്ല. ഇതെന്തോ തെറ്റാണ്. VIP എടുത്ത് VIP ടിക്കറ്റ് എടുത്ത് നിന്ന് കാണേണ്ട ഗതിയാണ്. നല്ല മാനേജ്മെന്റ്. എല്ലാരും തറയുന്നു. Argentina to defend all their any other football match individually you want to get off the ice. ജനറൽ എടുത്താൽ മതിയായിരുന്നു. ഗൈസ് ഇതാണ് അവസ്ഥ. അറിയില്ല. ഫൈനലി നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ പോയി കഷ്ടപ്പെട്ട് എടുത്തോണ്ട് അപ്പോഴും ഹൗസാണ്. മെയിൻ അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട്. ഓ ശരി നമ്മളെ ബ്രസീലിലെത്തിയാണ്.
അങ്ങനെ guys, half time തീരാറായി. Performances ആണ്. കൊള്ളാം. രസമുണ്ടല്ലേ? ഈ ഒരു സാധനം കൊള്ളാം. പിന്നല്ല victory, Mujiye! What a goal! കിടിലൻ ഗോളാണ്. ഇത്രേ ഉള്ളൂ. അല്ലാതെ അർജന്റീനയുടെ This time, Messi is beaten. He's self-defined. It's only one team trying to win this. Finally, സെഞ്ചുറിക്കാണ് ഷെറി. Attacker! Spain against us! They are beating! Finally! Ronaldo begin it! Good game, guys! Best try Argentina! But Spain was better! Spain man! നമ്മൾ ജയിച്ചു ഗൈസ് ഫൈനലി. ശരിയാണ്, നമ്മുടെ ടീമല്ല, എന്നാലും നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്പെയിൻ ജയിക്കണമെന്നായിരുന്നു. എവളുടെ ന്യൂ ടീമാണ് സ്പെയിൻ. കാരണം അർജന്റീന വലിയ ടീമായിരുന്നു, പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ വിചാരം. പക്ഷെ അയ്യോ, ഇന്ന് കളിച്ചില്ല, ബോൾ കിട്ടിയില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ അർജന്റീന, സത്യം പറഞ്ഞാൽ നമുക്കറിയാവുന്ന എല്ലാവരും അർജന്റീന ഫാൻസ് ആണ്. അതിന്റെ ഇടയിൽ നമ്മൾ കിടന്ന് നാണം കെട്ടൊരു വഴിക്കായി കിടക്കുകയാണ് ഗൈസ്. ഫൈനലി ഒരു പ്രാവശ്യമെങ്കിലും ഫൈനലിൽ തന്നെ കൊണ്ടുവന്നിട്ട് കലോടച്ചവന്മാർ. അതുകൊണ്ട് സീനില്ല ഗൈസ്, നമ്മൾ ഹാപ്പിയാണ്. ഇനി വെച്ച് ഗൈസ് ഞങ്ങൾ ഹാപ്പിയാണ് ഗൈസ്. രണ്ട് ടീമും നല്ലപോലെ കളിച്ചു ഗൈസ്. അവന്മാർ കളിച്ചില്ല എന്നൊന്നും പറയണ്ട, സത്യം പറഞ്ഞാൽ ഒരു 10 ഗോൾ കയറാനുള്ളതാണ്. അവന്മാർ ഗോൾ കിട്ടില്ല. സ്പെയിന് പറ്റിയൊരു അബദ്ധം, ഫിനിഷിംഗ് ഇല്ലായിരുന്നു. അത് ശരിയാണ്, പവറില്ല, ഷോട്ടിന് പവർ കുറവാണ്. ടെക്നിക്കലി മിഡിൽ കളിക്കുന്ന കളി, അത് ഏത് ടീം കളിക്കും? എന്ത് കളി കളിക്കുന്നത്? കളിയൊക്കെ സൂപ്പർ ആണ് കേട്ടോ. ബോൾ വന്നപ്പോഴൊക്കെ ഞാൻ ഒന്ന് പേടിച്ചേട്ടാ. സ്പെയിന്റെ മിഡ് രക്ഷയില്ല. ലാസ്റ്റ് മറ്റേ പൊങ്ങി വന്ന ബോൾ ഉണ്ടല്ലോ, എന്റെ പൊന്നോ, ഞാൻ ഇക്വലൈസർ ഒന്നുമില്ല. പെനൽറ്റി പോയ അവന്മാരെ കോട്ടയാണ് ആ സാധനം. ടെക്നിക്കലി വിഷയം ടീമാണ്. അർജന്റീന ഒന്നുമല്ല അവരുടെ മുന്നിൽ. ഫിസിക്കലി അർജന്റീന ഓക്കെ. ആക്ച്വലി ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കളിച്ചത് സ്പെയിനാണ് ഗൈസ്. അവരെ ഡിസേർവ് ടു വിൻ. സോ നോ കംപ്ലൈൻസ്. അതുകൊണ്ട് ഗൈസ് ഹാപ്പി ആയിട്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ്. മണി 4 മണി. പക്ഷെ എന്റെ പൊന്നോ, നാളെ മുതൽ ഞാൻ ഫുൾ ടൈം സ്കെഡ്യൂൾ ഒക്കെ മാറ്റിയെടുക്കണം. കറക്റ്റ് സമയത്ത് ഉറങ്ങണം, എല്ലാം ചെയ്യണം. വൺ മോർ സ്റ്റാർ ഇൻ ദ ജേഴ്സി. അങ്ങനെ ഗൈസ് ഓരോ കിടിലം കളിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. വെരി ഹാപ്പി. ഡുഡു ആണ് ഏറ്റവും ഹാപ്പി. ജുജു പിന്നെ അർജന്റീനയാണ്, കുറച്ച് സങ്കടമുണ്ട്. ഇറ്റ്സ് ഓക്കെ. നല്ലപോലെ കളി. നിങ്ങൾ ഇത്ര നാളെ സന്തോഷില്ലേ? നമ്മൾ ഇന്ന് ഒരു ദിവസം സന്തോഷിച്ചോട്ടെ. ഫൈനലിൽ സന്തോഷിച്ചു. കപ്പം വാങ്ങിച്ചോണ്ട് പോവാ. സ്പെയിൻ എങ്കിൽ സ്പെയിന് കുഴപ്പമില്ല, അവനെ തോപ്പിച്ചില്ല, അത് മതി. നമ്മൾ അത്രയും മതി ഗൈസ്. എന്തായാലും കൊള്ളായിരുന്നു, നല്ല കളിയായിരുന്നു ഗൈസ്. ഇന്നലത്തെ കളിയാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. 10 ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല സീന് കളിയായിരുന്നു. പക്ഷെ അർജന്റീന ഇടയ്ക്ക് അടിക്കണമായിരുന്നു. ഇതിപ്പോ ഇന്നലത്തെ കളിയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇന്ന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതാണ് OG അർജന്റീന. ഇതാണ് നല്ലപോലെ പിടിച്ചു നിന്നു അവന്മാര്. സത്യം പറഞ്ഞാൽ സ്പെയിനിന്റെ ഒരു കളി വെച്ചിട്ട് കുറെ കയറാനുള്ളതായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് ഗൈസ്. വേറെ മിഡ്ഫീൽഡ് കളി നൈസായിരുന്നു. ആ റെഡ് കാർഡ് കുറച്ച് അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. അവർ ഇതേ സെയിം ടെക്നിക്കായിരുന്നു ബാക്കിയുള്ള ടീമുകളുടെയൊക്കെ എടുത്തോണ്ടിരുന്നത്. അത് ഇവിടെ വർക്കായില്ല. അവന്മാരുടെ മറ്റേ പരിക്കം കളി ഉണ്ടല്ലോ, മറ്റേ ഈ ആൾക്കാരെ ഇടിച്ചിടല്, തള്ളിയിടല്, വരണവന്മാരെ പേടിപ്പിക്കല്, അതൊന്നും സ്പെയിനിന്റെ അടുത്ത് നടന്നതുമില്ല. അവന്മാരെ കളി പഠിപ്പിച്ച് വിട്ടു ഗൈസ്. അതെന്തായാലും നല്ല പെർഫെക്റ്റ് ടീം, വെൽ ഡിസർവിംഗ് ടീമിന് തന്നെ ഈ പ്രാവശ്യം കപ്പ് കിട്ടി. ഇത് സ്പെയിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഡുഡുവിന് എന്താ പറയാനുള്ളത്? I started crying. ആദ്യമായിട്ട് ഇത്ര സംസാരിക്കുന്നത് കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല നാൾക്ക് ശേഷം. No, she cried when Egypt lost. ഈ ജേഴ്സിയെ ഫ്രെയിം ചെയ്ത് നോക്കണം കേട്ടോ നീ. അവർക്ക് എന്ന് കിട്ടിയ ജെർസി ഭാഗ്യ ജെർസിയാണ്. ഭാഗ്യ ജെർസിയാണ് ഗൈസ്. വാങ്ങിച്ച ഉടനെ തന്നെ ജയിച്ച് സ്പെയിന്റെ ജെർസി ഇട്ടത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ടീമിനെ സപ്പോർട്ട് ചെയ്താൽ തോക്കും. എന്തേലും പറയണ്ട അർജന്റീനെ പറ്റി.
good. Eh? It's good. It's good. Yeah, like Did they play well today? I don't think they went there full. അല്ലേ ഫുള്ളായിട്ടൊക്കെ കളിച്ച് മാക്സിമം നോക്കി പക്ഷേ നടന്നില്ല. നടന്നില്ല എന്നേ ഉള്ളൂ ഫുള്ള് തന്നെ കളിച്ചത് നല്ല രീതിയിൽ ഫുള്ളായിട്ട് തന്നെ രണ്ട് ടീമും കളിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ടുഡേ വാസ് സ്പെയിൻസ് ഡേ സ്പെയിനിന്റെ സബ്ബെല്ലാം പൊളിയായിരുന്നു കേട്ടോ. ഓ കിടിലായിട്ട് അവന്മാര് കറക്റ്റ് ആയിട്ട് സാധനമൊക്കെ ഇറക്കി കിടിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ജയിച്ചേ പറ്റൂ അത് സ്പെയിനിന്റെ കളി മിഡില. ഓ ലാസ്റ്റ് ആ സെക്കൻഡ് മറ്റേ ആ എക്സ്ട്രാ ടൈമിൽ ഉറപ്പായിരുന്നു ഗോൾ കയറും എന്നുള്ളത് ബിക്കോസ് 10 പേരെ വെച്ചാണ് മറ്റവന്മാർ ഇറങ്ങണത് മറ്റവന്മാര് ഫുള്ള് ബോളും കൊടുക്കണില്ല മറ്റേ അപ്പുറത്തെ ഗോൾ കീപ്പർ ഷവർമയിൽ നിന്നോണ്ടിരിക്കുന്നു. അർജന്റീനയ്ക്ക് അറ്റാക്കിംഗ് ഉണ്ട്, ഇവന്മാർക്ക് അറ്റാക്കിംഗ് ഇല്ല. അർജന്റീനയ്ക്ക് മിഡില്ല, ഇവന്മാർക്ക് മിഡ് ഉണ്ട്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അർജന്റീനയുടെ അറ്റാക്കിംഗ് സ്പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ സ്പെയിൻ 10 ഗോൾ അടിച്ചേരെ. ശരിയാ അവന്മാരെ അറ്റാക്ക് പോരാ കൈസ് അവന്മാര് പവർ ആകെ യമാല് മാത്രമുണ്ട് കുറച്ചെങ്കിലും യമാലിനാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കും ചെയ്ത് പൂട്ടിയിട്ടായിരുന്നു അവന്മാര്. അർജന്റീന ഗോളി സീനാട്ടോ. അർജന്റീന ഗോളിയായിരുന്നു സത്യം പറഞ്ഞ ഈ കളി കൊണ്ടുപോയത്. എത്ര ഷോട്ടാണ് സ്പെയിൻ അടിച്ചത്, മറ്റേ ഗോളി കളിച്ചതില്ല അവൻ അവിടെ ഉണ്ടോ. ശരിയാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരു റെഡ് കാർഡ് കിട്ടുന്നതും ഇവർക്ക് റെഡ് കാർഡ് ഇല്ലാത്ത കറക്റ്റ് ആണ്. ഗോളി കളിക്കുന്നില്ല, ഗോളിക്ക് പണിയില്ല. ഗോളി ലാസ്റ്റ് ആയപ്പോഴൊക്കെ എന്തോ ഒരു മെസ്സി 2 അടിച്ചപ്പോഴാണ് അയ്യോ പോയി തട്ടിയിടണമല്ലോ എന്ന് പേടിച്ചു വന്നത്. കളി തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഗൈസ് അർജന്റീന കുറെ പേര് എന്നെ വന്ന് ചൊറിയുന്നുണ്ടായിരുന്നു. ആർക്കുള്ള മറുപടിയാണ് ഗൈസ്. ഒരുപാട് അഹങ്കരിക്കരുത്, കപ്പ് കിട്ടൂല മനസ്സിലായല്ലേ. ഫൈനലിൽ വന്ന് പണി കിട്ടും. ഏതൊക്കെ കളി ജയിച്ച് വന്നു കഴിഞ്ഞാലും ഫൈനലിൽ പണി കിട്ടും. അത്രേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇത് വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കളിയാണ്. 10 കളി കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഫൈനലിൽ ഫൈനലിൽ ഏത് ടീം എത്തിയാലും അവന്മാരെ തോപ്പിക്കണം ഗൈസ്. അതിപ്പോ പറ്റിയില്ലല്ലോ, ഇനിയിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എനിവേസ് നല്ലൊരു കളിയായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. വൈബ് സ്ഥലമായിരുന്നു. കുറച്ച് അവരുടെ മാനേജ്മെന്റ് പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ മഴയും നനഞ്ഞ് സീറ്റിങ്ങും ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ വിചാരിച്ചതിനും കാട്ടി ടേൺ ഔട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഫോറത്തില്. പക്ഷെ നല്ല വൈബ് അവന്മാരുടെ ആ വെടിക്കെട്ടും മറ്റേ സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊള്ളാം. അപ്പൊ എന്തായാലും ഗൈസ് ഹാപ്പി വേൾഡ് കപ്പ് ഇതോടെ എൻഡ് ചെയ്തു. എന്റെ രാത്രിത്തെ പരിപാടികളൊക്കെ തീർന്നു. ഇനിയില്ല ഗൈസ്, ഫുൾ ഓൺ സ്ട്രിക്റ്റ് ലൈഫ് വിത്ത് ദുജു ആൻഡ് ഡുഡു. രണ്ടിനെയും നേരത്തെ ഉറക്കും, ഞാനും നേരത്തെ ഉറക്കും ഗൈസ്. മതിയായി. ഫുട്ബോൾ കണ്ട് മനസ്സിന്റെ ഉറക്കം കാണാൻ സത്യം. അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ പോകുന്നു. നാളെ നമുക്ക് നോക്കാം എന്തെങ്കിലും തിന്നാനുള്ള ഇറങ്ങാൻ നോക്കാം. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ടാറ്റാ, സീ യു, ബൈ ബൈ.